ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് ബ്രൊക്കോളി ചിക്കൻ സൂപ്പാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് കണ്ടേക്കണേ. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം. നമ്മൾ ബ്രൊക്കോളി കട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആദ്യം തന്നെ നല്ല വെള്ളത്തിൽ 2-3 വട്ടം കഴുകിയെടുത്തതിന് ശേഷം അല്പം വിനാഗിരി ഒഴിച്ച വെള്ളത്തിലും കൂടി ഒന്ന് കഴുകിയെടുക്കണം. പിന്നെ നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയുള്ള വെള്ളത്തിൽ കുറച്ച് നേരം ഇതൊന്ന് മുക്കി വെച്ചിട്ട് നല്ലപോലെ കഴുകിയെടുക്കാം. അപ്പം അങ്ങനെ കഴുകിയെടുത്ത് ഞാൻ വെള്ളമൊക്കെ കുടഞ്ഞു വെച്ച ബ്രൊക്കോളിയാണ് ഇത് വലിയൊരു ബ്രൊക്കോളിയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പകുതി എടുത്താൽ മതിയാകും കേട്ടോ. അപ്പോൾ കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ഈ പറഞ്ഞ രീതിയിലൊന്ന് നല്ലപോലെ കഴുകി എടുക്കണം. കോളിഫ്ലവറിൻ്റെ തന്നെ വിഭാഗത്തിൽപ്പെട്ട ഒരു വെജിറ്റബിളാണ് ബ്രൊക്കോളി. നമുക്കെന്നും ചെറുപ്പം നിലനിർത്താനായിട്ട് ഡെയിലി ഒരു 50 ഗ്രാം ബ്രൊക്കോളി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ മതി കേട്ടോ. പിന്നെ കോളിഫ്ലവറിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ വണ്ടർഫുൾ ആണ് കേട്ടോ. മിനറൽസിൻ്റെ ഒരു കലവറ തന്നെയാണ്. അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ബ്രൊക്കോളി ആയതുകൊണ്ട് ഞാൻ പകുതി എടുക്കുന്നുള്ളൂ. ചെറുതാണെങ്കിൽ നമുക്ക് ഒരെണ്ണം എടുക്കാം കേട്ടോ. ഒരു മീഡിയം സൈസിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ബ്രൊക്കോളി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഒന്ന് മൂടി വയ്ക്കാം. ഒരു മിനിറ്റ് മാത്രം ഒന്ന് അടച്ചു വെച്ചതിന് ശേഷം ബ്രൊക്കോളിയുടെ ആ കളറൊക്കെ മാറിപ്പോകാതെ തന്നെ അതിൻ്റെ ഗുണം നഷ്ടപ്പെടാതെ തന്നെ 1 മിനിറ്റ് നോക്കി നിന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അത് വാങ്ങി നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ബ്രൊക്കോളിയുടെ ആ പച്ച നിറമൊന്നും പോയിട്ടില്ല, നല്ല ഫ്രഷായിട്ട് തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഇത് വെജിറ്റബിൾസിലുള്ള എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. ഇനി ബ്രൊക്കോളിയുടെ ആ തുമ്പ് ഭാഗത്ത് കാണുന്ന തരുതരൂ എന്നുള്ളൊരു ഭാഗം നല്ല ഭംഗിയല്ലേ കാണാനായിട്ട്. ഞാൻ അതിൽ നിന്ന് 2-3 പീസ് എടുത്തിട്ട് അത് മാത്രം കുറച്ച് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഒടുവിൽ നമ്മുടെ സൂപ്പിലിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് മാറ്റി വയ്ക്കുന്നത്. നമുക്ക് ഈ ബ്രൊക്കോളി സൂപ്പിൽ ചിക്കനോ മട്ടനോ നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ചിക്കനാണ് മീഡിയം സൈസിൽ ഒരു 5-6 പീസ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഒരു 2-3 കപ്പ് വെള്ളത്തിൽ നല്ലപോലെ കഴുകിയ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഈ ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു 1/2 ടീസ്പൂൺ ഉപ്പിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് ബ്ലാക്ക് പെപ്പർ പൗഡറാണ്. 1 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കാം. ഇനി ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടീസ്പൂൺ അതും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ സൂപ്പിലേക്ക് കോൺ വേണം, അതുപോലെ തന്നെ പൊട്ടറ്റോയും വേണം. അപ്പോൾ ഒരു പൊട്ടറ്റോയും അതുപോലെ തന്നെ ഒരു കോണിൻ്റെ പകുതിയും ഞാൻ ഇതിനകത്ത് തന്നെ ഇട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു ബേ ലീഫ് ഇട്ട് കൊടുക്കാം. നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കോണും പൊട്ടറ്റോയും വേവിച്ചെടുക്കാം, അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇറച്ചി വേവിക്കുന്നതിൽ തന്നെ അത് ഇട്ടേക്കാണ്. എന്നിട്ട് നമുക്ക് ഇറച്ചിയുടെ വേവിനും പാകത്തിനുള്ള വേവ് ഞാനിപ്പോൾ ഒരു 3 വിസിലിന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കാഷ്യൂനട്ടോ അല്ലെങ്കിൽ ബദാമോ ഒരു 10-20 കാഷ്യൂനട്ടോ അല്ലെങ്കിൽ ബദാം 3-4 മണിക്കൂർ സോക്ക് ചെയ്തത് നമുക്കൊന്ന് പേസ്റ്റ് രൂപത്തിൽ നല്ല പോലെ ഒന്ന് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ക്യാപ്സിക്കം വേണം, ഒരു കഷ്ണം ക്യാരറ്റ്, ഒരു പിടി ബീൻസ്. ക്യാപ്സിക്കം നമുക്ക് ചെറുതാക്കി കട്ട് ചെയ്ത് വയ്ക്കാം. ബീൻസ് അതുപോലെ തന്നെ വളരെ കനം കുറച്ച് ചെറുതാക്കി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എല്ലാം ഒരേ അളവിലെടുക്കുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ ഒരു കുഞ്ഞ് ബൗളിൽ, അതായത് ഒരു ഹാഫ് ക്യാരറ്റ്, ഒരു പിടി ബീൻസ്, ഒരു പകുതി ക്യാപ്സിക്കം ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞ് വെക്കുന്നുണ്ട്. ഇത് ഫ്രോസൺ ഗ്രീൻ പീസാണ്. നമുക്ക് നല്ല പോലെ ഒന്ന് കഴുകി അത് നമുക്ക് എടുത്ത് വയ്ക്കാം. എല്ലാം ഒരേ അളവിലാണ് കേട്ടോ നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും കൂടി ഒന്ന് സ്ലൈസ് ചെയ്ത് വയ്ക്കാം. കുനുകുനാന്നൊന്ന് അരിഞ്ഞ് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി ഫ്രഷ് ആയിട്ടുള്ള കുറച്ച് മല്ലിയിലയും കൂടി നമുക്കൊന്ന് കട്ട് ചെയ്ത് വയ്ക്കാം കേട്ടോ. മല്ലിയിലയുടെ ആ ഒരു ഫ്ലേവറൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ല അധികമായിട്ട് ചേർക്കാവുന്നതാണ്. നല്ലപോലെ കഴുകിയൊക്കെ എടുക്കണം. അപ്പോൾ മല്ലിയിലയും കൂടി ഞാനിവിടെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇത്രയും ഇൻഗ്രീഡിയൻസൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ചിക്കൻ ഒരു 3 വിസിലിന് വെന്തിട്ടുണ്ട്. നമുക്ക് പ്രഷർ കളഞ്ഞ് തുറന്ന് നോക്കാം. ആദ്യം തന്നെ അതിൽ നമ്മൾ പുഴുങ്ങാനിട്ട കോണും പിന്നെ പൊട്ടറ്റോയും നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അതിനകത്ത് ഇട്ട ബേ ലീഫ് നമ്മൾ 2 നമ്മൾ മുറിച്ചിട്ടായിരുന്നു, അത് നമുക്ക് എടുത്ത് മാറ്റി കളയാം. പൊട്ടാറ്റോ നമുക്കൊന്ന് ഉടച്ച് ഇങ്ങനെ വെക്കാം. പിന്നെ കോണ് നമുക്ക് അതിൻ്റെ അല്ലികളൊക്കെ നമുക്കൊന്ന് അടർത്തിയെടുത്ത് അത് ഒരു പാത്രത്തിലോട്ട് എടുത്ത് വെക്കാം. അപ്പോൾ ഞാനിതെല്ലാം ഒരു ഫോർക്ക് ഉപയോഗിച്ച് നമ്മളിങ്ങനെ വരഞ്ഞാൽ മതി, നമുക്കതെല്ലാം വിട്ട് കിട്ടും. അത് നമ്മൾ പൊട്ടറ്റോയുടെ ആ പാത്രത്തിലോട്ട് 2ഉം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് ഇങ്ങനെ നമുക്ക് കൈകൊണ്ട് തന്നെ ഒന്ന് പിച്ചി അതും ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം.
ഇനി നമുക്ക് സൂപ്പ് റെഡിയാക്കാനുള്ള ഒരു പാത്രം നമുക്കൊന്ന് ചൂടാക്കാൻ വെക്കാം. ഞാനിവിടെ മൺചട്ടിയിലാണ് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള പാത്രത്തിൽ നമുക്ക് സൂപ്പ് റെഡിയാക്കാം. 50 ഗ്രാം ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. അൺസാൾട്ട് ബട്ടറാണ് ചേർക്കുന്നത്. നല്ലപോലെ ബട്ടർ ഒന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഗാർലിക്ക് ചേർത്ത് കൊടുക്കാം. ഗാർലിക്കിൻ്റെ കളറൊന്ന് മാറിയിട്ട് വന്നാൽ മതി. ഒരുപാട് ബ്രൗൺ ഷെയ്ഡിലോട്ട് മാറണ്ട. ചെറുതായിട്ടൊന്ന് ബ്രൗൺ ഷെയ്ഡിലോട്ട് ഇതാ മാറി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് പിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ചിക്കന് പകരം നമുക്ക് മട്ടൺ ആയാലും ഇതുപോലെ പിച്ചിയെടുത്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കം, ഫ്രോസൺ ഗ്രീൻ പീസ്, പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള മല്ലിയിലയും കൂടി ചേർത്ത് നല്ലപോലെ ഇതൊന്ന് ചെറിയ തീയിൽ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി ഈ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള ഒരു 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ പെപ്പർ, ബ്ലാക്ക് പെപ്പർ പൗഡർ, 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് നമ്മൾ ചേർക്കുന്നത് കേട്ടോ. എല്ലാം കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യാം. ഒടുവിലാണ് നമ്മൾ ബ്രൊക്കോളി ഇട്ട് കൊടുക്കുന്നത്. ബ്രൊക്കോളിയും കൂടി ഇട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ബ്രൊക്കോളിയും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ ഡാർക്ക് സോയ സോസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ റെഡ് ചില്ലി സോസും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ ഫ്ലേവറും കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ചിക്കൻ വേവിച്ച് മാറ്റി വെച്ച ആ വെള്ളം ഉണ്ടല്ലോ, ചിക്കൻ സ്റ്റോക്ക്, അത് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/2 ലിറ്റർ വെള്ളത്തിലാണ് നമ്മൾ ചിക്കൻ വേവിച്ചത്. 500 ml വെള്ളമാണ് നമ്മൾ ഒഴിച്ചത്. അപ്പോൾ നമുക്ക് 500 ml വെള്ളവും കൂടി ചേർത്ത് നമുക്ക് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ വേവിച്ച് വെച്ച പൊട്ടറ്റോയും പിന്നെ കോണും കൂടി നമുക്കിതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഒരു 5-6 മിനിറ്റ് ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കണം. ലോ ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടിരിക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലിടാം. ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കണം. ഇത് തിളച്ച് പുറത്തോട്ട് ചാടി പോകരുത്. അപ്പോൾ ബ്രോക്കോളിയുടെയും അതിൻ്റെ വൈറ്റമിൻസും ഗുണങ്ങളൊക്കെ നഷ്ടപ്പെടും. അപ്പോൾ നമ്മളിതാ തിളച്ച് വരുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ പതിയെ ഒന്ന് തുറന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് തിളച്ച് പോകാതിരിക്കാനായിട്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നല്ലപോലെ ഒന്ന് തിളച്ച് ഒരു 5 മിനിറ്റ് മതി. 5 മിനിറ്റ് നമ്മളിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇടയ്ക്ക് ഒന്ന് മൂടി മാറ്റി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഒരു 5-6 മിനിറ്റ് നല്ല പോലെ ഒന്ന് തിളച്ച് നമ്മുടെ ബ്രൊക്കോളിയും നമ്മൾ അതിൽ ചേർത്ത പൊട്ടറ്റോയും വെജിറ്റബിൾസും നമ്മുടെ കോണും എല്ലാം കൂടി ചിക്കൻ സ്റ്റോക്കിൽ കിടന്ന് നല്ല പോലെ ഒന്ന് യോജിച്ച് വരട്ടെ. അങ്ങനെ ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോൾ ഒന്നും കൂടി നമ്മളൊരു 500 ml വെള്ളത്തിലാണ് നമ്മളിതെല്ലാം ചെയ്തത്. അപ്പോൾ നമുക്കിനി വെള്ളം പ്രത്യേകിച്ച് ആഡ് ചെയ്യേണ്ട. ഇനി നമുക്കിതിനകത്ത് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്യാനുണ്ടല്ലോ, അപ്പോൾ അതും കൂടി ചേർക്കുമ്പോൾ പാകത്തിനായിക്കോളും. അപ്പോൾ നല്ലപോലെ ഒരു 6 മിനിറ്റ് നമ്മുടെ സൂപ്പ് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള കാഷ്യൂനട്ടിൻ്റെ പേസ്റ്റ് അത് ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിലൊക്കെ ഒരുപാട് ഇരിക്കുന്നുണ്ട്, ഒന്നും കളയണ്ട കേട്ടോ. എല്ലാം ഒന്ന് കഴുകി കുറച്ച് തിളപ്പിച്ച ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. അങ്ങനെ മിക്സിയുടെ ജാറും കൂടി കഴുകി നമ്മൾ ഇതിനകത്ത് ചേർത്ത് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർക്കുന്നത് ഫൈനലി നമ്മൾ ചേർക്കുന്നത് കോൺഫ്ലവറാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ടേബിൾ സ്പൂണിൽ 3 ടീസ്പൂൺ കോൺഫ്ലവറാണ് നമ്മളിവിടെ ചേർക്കുന്നത് കേട്ടോ. 3 ടീസ്പൂൺ കോൺഫ്ലവർ എടുത്ത് 1 കപ്പ് മെഷറിംഗ് കപ്പിൽ 1 കപ്പ് വെള്ളത്തിൽ നല്ലപോലെ ഒന്ന് ഡിപ്പാക്കി എടുക്കുന്നുണ്ട്. അങ്ങനെ നല്ലപോലെ ഒന്ന് കലക്കിയെടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ സൂപ്പിലേക്ക് കോൺഫ്ലവർ കലക്കിയത് ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവർ ചേർത്ത് കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഒരു ക്രീമി ടെക്സ്ചറിലേക്ക് തിക്കായിട്ട് നമ്മുടെ സൂപ്പ് വരും. അപ്പോൾ ചെറുതായിട്ടൊന്നൊരു തളയങ്ങോട്ട് കയറി വരുന്നതിന് മുമ്പ് തന്നെ ഒരുപാട് തിക്കാവണമെങ്കിൽ നമുക്ക് കുറച്ച് തിളപ്പിച്ച ചെറു ചൂടുവെള്ളം നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ കുറച്ച് ചെറു ചൂടുവെള്ളം കൂടി ചേർത്ത് ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ചെറുതായിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു തള കയറിങ്ങിട്ട് വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം കേട്ടോ. കോൺഫ്ലവറും ചേർത്ത് നമ്മൾ ഒരുപാട് തിളപ്പിക്കേണ്ട, ചെറുതായിട്ട് അങ്ങോട്ട് തള കയറി വരുമ്പോൾ നമ്മൾ ഓഫ് ചെയ്ത് നമുക്കിത് സെർവിങ് ഡിഷിലേക്ക് പകർത്തി വയ്ക്കാം. നല്ല അടിപൊളി മണവും ടേസ്റ്റുമാണ് നമ്മുടെ സൂപ്പിന്.
അപ്പോൾ കൊച്ചു കുട്ടികൾക്കും പ്രായമായവർക്കും ഡയബറ്റിക് പേഷ്യൻസിനും അതുപോലെ തന്നെ പ്രഗ്നൻസിയിലുള്ളവർക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സൂപ്പർ ഫുഡാണ് നമ്മുടെ ബ്രൊക്കോളി സൂപ്പ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വൈറ്റമിൻ സിയും എയും മാത്രമല്ല കാൽസ്യം എല്ലാ മിനറൽസും അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അത്ഭുത ഗുണങ്ങളെന്ന് പറയുന്നത് ഇതിൽ ഫോളിക് ആസിഡ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഗർഭിണികൾ ഡെയിലി ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഇനി നമുക്കിത് ബ്രൊക്കോളി അസിഡിസിറ്റി ഒന്നും ഉണ്ടാകത്തില്ല. അസിഡിസിറ്റിക്കൊക്കെ ഒരു പരിഹാരമാണ്. നമുക്ക് ഏജൊക്കെ കുറവ് തോന്നിക്കണമെങ്കിൽ ഡെയിലി നമ്മൾ ഭക്ഷണത്തിൽ ബ്രൊക്കോളി ഉൾപ്പെടുത്തിയാൽ മതി. അതുപോലെ തന്നെ ഷുഗർ ഉള്ളവർക്ക് നല്ല ഫൈബർ കണ്ടൻറ്റ് ഉള്ളത് തന്നെ ഷുഗർ പേഷ്യൻസിന് ഇത് കഴിക്കാം. പിന്നെ പാൻക്രിയാസിൻ്റെ ഫങ്ഷനൊക്കെ ഓർഡറിലാക്കാനും ഒക്കെ നല്ലതാണ് ബ്രൊക്കോളി. ചെറിയൊരു വെജിറ്റബിൾ ആണെങ്കിലും ഒരുപാട് അത്ഭുത ഗുണഗണങ്ങളാണ് ബ്രൊക്കോളിക്ക് ഉള്ളത് കേട്ടോ. അതുപോലെ തന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് സഹായിക്കും. എല്ലാ വൈറ്റമിൻസിൻ്റെ ഒരു കലവറ തന്നെയാണ്. അപ്പോൾ നമ്മുടെ സൂപ്പർ ഹെൽത്തി ആയിട്ടുള്ള ബ്രൊക്കോളി ചിക്കൻ സൂപ്പ് നമ്മളിവിടെ റെഡിയാക്കി കഴിഞ്ഞു. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നമ്മൾ സാധാരണ ബ്രൊക്കോളിയുടെ റെസിപ്പീസ് നമ്മൾ തോരൻ വയ്ക്കുക അല്ലെങ്കിൽ മറ്റു റെസിപ്പീസൊക്കെ മിക്കവർക്കും അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെടാറില്ല അല്ലേ. അപ്പോൾ ബ്രൊക്കോളി കഴിക്കാനായിട്ട് ഇഷ്ടമില്ലാത്ത എല്ലാവർക്കും ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ. കുട്ടികൾക്കും ഇഷ്ടപ്പെടും, അതുപോലെ തന്നെ ആർക്കും കഴിക്കാം കേട്ടോ. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്നത്. ഒട്ടും തന്നെ നമ്മുടെ ആരോഗ്യത്തിന് ദോഷമാകുന്ന ഒന്നും തന്നെ നമ്മളിതിൽ ചേർത്തിട്ടില്ല. വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ ആ ക്രീമി ടെക്സ്ചർ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമ്മൾ മൈദയല്ല യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ കാഷ്യൂ നട്ടിൻ്റെ പേസ്റ്റും അതുപോലെ തന്നെ കോൺഫ്ലവറാണ്. ഇതെല്ലാം നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കേട്ടോ. പ്രത്യേകിച്ച് പ്രഗ്നൻസിയുടെയൊക്കെ ഫസ്റ്റ് 3 മന്ത്സിലൊക്കെ നമുക്ക് വൊമിറ്റിങ്ങും മറ്റു കാര്യങ്ങളും ഈ ഒരു ബ്രൊക്കോളിയുടെ ആ ടേസ്റ്റ് ആർക്കും ഇഷ്ടപ്പെടില്ല. ഇപ്പോൾ പ്രഗ്നൻസിയിൽ ഇരിക്കുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൂപ്പാണ് കേട്ടോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻസായിട്ട് അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.